ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈ പുഴയും കടന്ന് എന്ന സീരിയലിൻ്റെ റിവ്യൂ നോക്കിയാലോ. ചക്കര വാക്കുകൾ പറഞ്ഞും അച്ഛനിൽ നിന്നും തോട്ടം തിരികെ വാങ്ങി കൊടുക്കാമെന്നും പറഞ്ഞ് വിശാൽ നമ്മുടെ യമുനയെ മാർത്താണ്ഡത്തെ ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. യമുനയുടെ കൂട്ടുകാരി അദീനയുടെ വീട്ടിൽ വന്ന് കാവേരിയും ഗംഗയും യമുനയെ അന്വേഷിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം യമുന ക്ലാസ്സിൽ കയറിയില്ല എന്നും ആ സമയം മുതൽ വിശാലിനെയും കാണാനില്ല എന്നുള്ള വിവരവും അദീന കാവേരിയോട് പറയുന്നു. വളരെ സന്ധ്യയായിട്ടും വിശാൽ നമ്മുടെ യമുനയെ തിരിച്ചു വിട്ടില്ല. എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടാമെന്നും പറഞ്ഞ് അവൾ ഇപ്പോൾ എന്നെ അന്വേഷിക്കുകയാണെന്നും, പക്ഷേ വിശാൽ അവളെ പല രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ നിനക്ക് സ്വത്ത് തിരികെ വേണമല്ലേ? ഞാൻ നിന്നെ രക്ഷിക്കാം, എല്ലാം വാങ്ങിച്ച് തന്നിട്ട് നീ പോയാൽ മതിയടിയോ, അവിടെ കിടാ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഒരു മുറിക്കകത്തിട്ട് പൂട്ടുന്നു. എൻ്റെ അച്ഛൻ്റെ സ്വത്ത് നിനക്ക് തന്നെ തിരിച്ച് വാങ്ങിത്തരാം, അത് നീ വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതി, അവിടെ കിടന്നോ എന്ന് പറഞ്ഞ് മുറിയിൽ പൂട്ടിയിട്ടിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്നു. അവൾ നിലവിളിക്കുന്നു, എന്നെ പൂട്ടിയിടരുത്, രക്ഷിക്കൂ, നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ എന്നൊക്കെ പറയുന്നു. വീട്ടിൽ യമുനയെ കാണാതെ എല്ലാവരും സങ്കടപ്പെടുന്നു. ശാരദയാണെങ്കിൽ വല്ലാതെ നിലവിളിക്കുന്നു. ഈ സമയം വിനീത് വന്ന് എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നു. ഞാൻ കണ്ടുപിടിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോകുന്നു. കൂടെ കാവേരിയും ഗംഗയും ഇറങ്ങുന്നു. കാവേരി വിശാലിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. പക്ഷേ രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫാണ്. ജയപാലിൻ്റെ വീട്ടിൽ കാവേരിയും ഗംഗയും വിനോദുമായി വരുന്നു. ഞങ്ങൾക്ക് വിശാലിനെ ഒന്ന് കാണണമെന്ന് പറയുന്നു. കണ്ടിട്ടേ പോകൂ. നിനക്കെന്താ കാര്യം ഇവിടെ കയറി നീ എന്ന് പറഞ്ഞിട്ട് ജയപാലിൻ്റെ ഭാര്യയും അവരെ വഴക്ക് പറയാൻ ശ്രമിക്കുന്നു. അപ്പോൾ എൻ്റെ വിശാൽ ഇവിടെ ഇല്ല എന്ന് ജയപാലിൻ്റെ ഭാര്യ പറയുന്നു. ജയപാലൻ അവരെ ആക്ഷേപിച്ച് വിടുന്നു. വല്ല ഹോട്ടലിലോ ലോഡ്ജിലോ പോയി അന്വേഷിക്കാൻ പറഞ്ഞു എന്ന്. അപ്പോൾ അവർ അവിടെ നിന്ന് യമുനയെ അന്വേഷിച്ച് ഇറങ്ങുന്നു. യമുനയുടെ മുറിയിൽ നിന്നും രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കേണപേക്ഷിച്ചുകൊണ്ട് യമുന ഇരിക്കുന്നിടത്തോടെ ഇന്നത്തെ സീരിയൽ അവസാനിക്കുന്നു. ബൈ, നാളെ കാണാം.